നമസ്കാരം. ഞാനിന്ന് ഒരു ലൈവ് വരാൻ കാര്യം, കുറച്ച് ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടകം നല്ല പൂർണ്ണമായ സ്ക്രിപ്റ്റോടുകൂടി വളരെ കൃത്യം ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കാനായി, ജാതി പറഞ്ഞ് നമ്മളെ തമ്മിൽ അടിപ്പിക്കാനായിട്ട് വളരെ പ്ലാൻഡായിട്ട് നടക്കുക ഒരു പദ്ധതി. ബേസിക്കായിട്ടത് ആ പദ്ധതി സ്ക്രിപ്റ്റ് ചെയ്തതും നടപ്പാക്കിയതുമെല്ലാം സഹാക്കളാണെങ്കിലും നമുക്ക് തെറ്റു പറഞ്ഞുകൂടാ. നമ്മുടെ ചില ഹിന്ദു ആണെന്ന ഭാവേന നിരീക്ഷകൻ, സഹയാത്രികൻ എന്നൊക്കെ പറഞ്ഞ പല വേഷങ്ങളിൽ വരുന്ന പലരും അറിയാതെയാണ് എന്ന് പറയാൻ പറ്റില്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ആവണം. കൃത്യമായ അജണ്ടയുടെ ഭാഗം തന്നെ ആവണം. കാരണം നമ്മൾ സന്ദീപ് വാര്യരെ കണ്ട് ശീലിച്ച ഹിന്ദുക്കളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരെയും നമുക്കതൊന്നും നമ്പാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഹിന്ദുവിന് കേരളത്തിൽ പ്രത്യേകിച്ചുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ചില ആൾക്കാർ വന്ന് ഇത് കൃത്യമായ അവരുടെ ആ സഹാക്കളുടെയും ചുഴാപ്പികളുടെയും സ്ക്രിപ്റ്റ് അനുസരിച്ച് ആടി തകർത്ത് ഇതൊരു വലിയ ജാതി വിഷയമാക്കി മാറ്റി അവിടെ വലിയ നവോത്ഥാനം നേടിയ ഒരു മട്ടിലാണ് ഇപ്പൊ കഴിയുന്നത്. അപ്പൊ എന്താണ് ശരിക്കും ഈ കുടമാണിക്യം വിഷയത്തിൽ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. ദേവസ്വം ബോർഡ്, അത് കുടൽമാണിക്യം ദേവസ്വം ബോർഡ് ഫോം ചെയ്തേക്കുന്നതന്നെ കുടൽമാണിക്യം ദേവസ്വം ആക്ട് 1971 ആ ഒരു ആക്ട് വെച്ചിട്ടാണ് കുടൽമാണിക്യം ദേവസ്വം ബോർഡ് ഫോം ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേറ്റർ, ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഹിന്ദു ആയിരിക്കണം, ഹിന്ദു റിലീജിയൻ പ്രൊഫസ് ചെയ്യുന്ന ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ തഹസിൽദാറോ ഡെപ്യൂട്ടി കളക്ടറോ ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കണമെന്ന് ഈ ആക്ട് തന്നെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഈ കമ്മിറ്റിയുടെ കാര്യവും പറയുന്നുണ്ട്, ഇങ്ങനെയാണ് കമ്മിറ്റി ഉണ്ടാവേണ്ടത്, കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോ ഈ ആക്ട് പ്രകാരം ഉണ്ടാക്കിയ ഒരു ബോർഡാണ് കുടൽമാണിക്യം ദേവസ്വം ബോർഡ്. കട്ട സാക്കിൾ എന്ന് പറഞ്ഞാൽ കൊടി പിടിച്ച് നടക്കുന്ന സാക്കിളാണ് അതിന്റെ ചെയർമാൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മെമ്പേഴ്സും. നമ്മുടെ ബിന്ദു മന്ത്രിയുടെയൊക്കെ എന്താ പറയുന്ന അതിന്റെ വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല, പോട്ടെ, സാക്കളിനെ പറ്റിയ വാക്കാണ്. എന്നാലും നമ്മളെ ഒരു പബ്ലിക് ഫോറത്തിൽ അത് ഉപയോഗിച്ചില്ല. അങ്ങനത്തെ ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നതല്ല. അവരൊന്നും ക്ഷേത്രത്തിനെ പറ്റിയോ ഹിന്ദുക്കളെ പറ്റിയോ സംഗമേശ്വരനെ പറ്റിയോ ഒരു ധാരണയോ അല്ലെങ്കിൽ ഒരു താല്പര്യമോ ഇല്ലാത്ത ഈ ക്ഷേത്രം എന്ന് പറയുന്നത് വെറും ഒരു എന്താ പറയുന്നത്, അവനെ സംബന്ധിച്ചോളം ഒരു ആക്ടിവിറ്റിക്കുള്ളത്, ഒരു ആന്റി ഹിന്ദു ആക്ടിവിറ്റി എങ്ങനെ നടത്താം എന്ന് നടത്തുന്ന ഒരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാനേജ്മെന്റ് ആണ് ഈ ഹിന്ദു വിരുദ്ധനായ പിണറായി വിജയന്റെ സർക്കാർ വന്നതിന് ശേഷം അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള എല്ലാ അഡ്മിനിസ്ട്രേറ്റർമാരും, എല്ലാ ദേവസ്വം ബോർഡ് ചെയർമാൻമാരും അതിന്റെ മെമ്പർമാരും, സകല ആൾക്കാരും. ഇന്നൊന്ന് നിങ്ങൾ ഓർത്ത് കാണും, ജസ്ന എന്താണ്ട് ഒരു സ്ത്രീ ഇതിനു മുമ്പ് ഒരു ഡാൻസ് വിവാദം ഉണ്ടായി. അവിടെ ഒരു മുസ്ലിം സ്ത്രീ അവിടെ ഡാൻസ് കളിക്കാനായിട്ട് അവിടെ ഭരതനാട്യം കുച്ചിപ്പുടി കണ്ടോ അവതരിപ്പിക്കാനായിട്ട് ഒരു അപേക്ഷ കൊടുത്തു ക്ഷേത്ര ഉത്സവത്തിന്. അപ്പൊ ക്ഷേത്ര ഉത്സവം, ഈ കുടൽമാണിക്യം ക്ഷേത്രത്തിന്റെ ക്ഷേത്ര ഉത്സവം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര ഉത്സവത്തിന്റെ സകല ചടങ്ങുകളും സകല കാര്യങ്ങളും പതിവ് ചട്ടങ്ങളിൽ, ഈ ആക്ടിനകത്തോട് ചേർന്നുള്ള ഷെഡ്യൂളില് പതിവ് ചട്ടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് ഇന്ന രീതിയിൽ. അപ്പൊ കുടൽമാണിക്യ ക്ഷേത്രത്തിനെ സംബന്ധിച്ചോളം സംഗമേശ്വരന് സമർപ്പണമായിട്ടാണ് അവിടെ കലകൾ. അപ്പൊ അത് എന്ത് കലകൾ വേണം, ഏതൊക്കെ രീതിയിലുള്ള കലകളായിരിക്കണം, അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കേണ്ട ഏതൊക്കെ രീതിയിലുള്ളതായിരിക്കണം എന്നുള്ളതിന് പോലും ചിട്ടകളുണ്ട്. ആ ചിട്ട അനുസരിച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അവിടെ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ ഭഗവാന്റെ സമർപ്പണമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കൃത്യമായ ഈ ആളുകളെ അപേക്ഷ ക്ഷണിക്കുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ടുള്ള ആഗ്രഹത്തിനാണ് അവിടെ ഭക്തർ അവിടെ വന്ന് ഈ ഭരതനാട്യവും കുച്ചിപ്പുടിയും മറ്റേ എല്ലാ കലകളും അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോ ഇത് ചെയ്യാനായിട്ട് ആളുകളുടെ അപേക്ഷ ക്ഷണിക്കുമ്പോൾ കൃത്യമായി എഴുതും, ഹിന്ദുക്കളായിരിക്കണം, ഹിന്ദു വിശ്വാസമുള്ള കലാകാരന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് തന്നെ. അങ്ങനെ വരുന്ന സമയത്താണ് ഒരു മുസ്ലിം സ്ത്രീ, സഹാത്തിയാണ്, അപ്പൊ അവള് വന്ന് അപേക്ഷ കൊടുത്തപ്പോഴത്തേക്ക് ഇതെല്ലാം പ്ലാൻഡാണ്, വളരെ 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 പ്ലാൻഡാണ്. അപേക്ഷ കൊടുക്കുന്നു, സ്ത്രീയുടെ പേര് ഞാൻ മറന്നു. അപേക്ഷ കൊടുത്തത് വന്ന് മൻസിയ എന്ന് പറഞ്ഞാണ് പെണ്ണിന്റെ പേര്. കട്ട സഹാത്തിയാണ്. അപ്പൊ അവള് ഭരതനാട്യം കുച്ചിപ്പുടി അങ്ങനെ കണ്ടോ അവതരിപ്പിക്കാനായിട്ട് പിന്നെ അപേക്ഷ കൊടുക്കുന്നു. ദേവസ്വം ബോർഡ് പരിഗണിച്ചിട്ട് ഇവരോട് ചോദിക്കും, നിങ്ങൾ ഹിന്ദുവാണോ അല്ലയോ എന്നുള്ളത് വെളിപ്പെടുത്തണം. അപ്പൊ ഇവരോട് പറഞ്ഞു ഞാൻ ഹിന്ദു അല്ല. അപ്പൊ ഇത് പറ്റില്ല എന്ന് ദേവസ്വം പറഞ്ഞു. പറയാൻ വേറെ മാർഗമില്ല. അത് കൃത്യമായ വിവാദം ഉണ്ടാക്കി.
വിവാദം ഉണ്ടാക്കിയത് അങ്ങ് കത്തി കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹിന്ദു ചില നേതാക്കൾ ഇതിനകത്ത് ചാടി വീണിട്ട് പറഞ്ഞു, ഇത് വരൂ ഞങ്ങളുടെ ക്ഷേത്രം, ഞങ്ങൾ നടത്തുന്ന ക്ഷേത്രമാണ്, ഞങ്ങളുടെ ക്ഷേത്രം, ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ജാതി മത ഭേദം കാണിക്കുന്നു, ഭഗവാനൊന്നുമില്ല, അതാ മറ്റതാ മറിച്ചതാ മഹാക്കളിയ എന്ന് പറഞ്ഞ നവോത്ഥാനം അങ്ങ് ഉറഞ്ഞു തുള്ളി ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ ഒരു മനസ്സിൽ ഞങ്ങൾ ഡാൻസ് കളിപ്പിക്കാം എന്നൊക്കെയായി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ കമ്മിറ്റിക്കാർ പതുക്കെ മുമ്പോട്ട് വന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, അതെ ഞങ്ങളുടെ ആഗ്രഹം ഇതാണ്, നമുക്ക് ഈ മതങ്ങളുടെയൊക്കെ ചട്ടക്കൂടുകൾ ഭേദിച്ച് എല്ലാവരും ക്ഷേത്രത്തിൽ കയറുന്ന ഒരു സങ്കല്പമാണ് ഞങ്ങൾക്കുള്ളത്, അതിന് ഞങ്ങളും തയ്യാറാണ്. ഇങ്ങനെയുണ്ട്. അപ്പൊ അപ്പോഴാണ് ഈ ഹിന്ദു നേതാക്കൾക്ക് തലയ്ക്ക് വെളിവ് വന്നു. അതായത് അവിടെ ആർക്കും കയറി ഇറങ്ങാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. അതുകൂടാതെ അവിടെ ഹിസ്റ്ററി കോൺഫറൻസ് നടത്തുന്നു. അതിനകത്ത് നമ്മുടെ സണ്ണി സുനിൽ പി ഇളയിടം എന്ന് പറഞ്ഞ തുടങ്ങിയ സകല ഫ്രോഡ് സഹാക്കള്, മേത്തനെയും ക്രിസ്ത്യാനി സകല ഫ്രോഡ് സഹാക്കളെയും വിളിച്ചിട്ട് അവിടെ കോൺഫറൻസുകൾ നടത്തുക. ഹിസ്റ്ററി കോൺഫറൻസ്, മറ്റേ കുറച്ച് സയൻസ് കോൺഫറൻസ് അമ്പലത്തിനകത്ത്. നാലിട്ട് പോകണം അമ്പലത്തിൽ എന്ത് അതിനകത്ത് കാര്യം? കാരണം അമ്പലത്തിന്റെ ആക്ടിവിറ്റീസ് എന്തായിരിക്കണം? ദേവസ്വം ബോർഡിന്റെ കമ്മിറ്റിയുടെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു, ഡ്യൂട്ടീസ് ഓഫ് ദ ബോർഡ്, ഡ്യൂട്ടീസ് ഓഫ് ദ കമ്മിറ്റി. സെക്ഷൻ 10 ഓഫ് ദി കൂടൽമാണിക്യം ദേവസ്വം ആക്ട്, സെക്ഷൻ 10 കൂടൽമാണിക്യം ദേവസ്വം ആക്ടിനകത്ത് കൃത്യം പറയുന്നുണ്ട്, സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ആൻഡ് റൂൾസ് മെയ്ഡ് thereafter, it shall be the duty of the committee subject to the custom and usage in the temple to arrange for the proper performance of the rites and ceremonies in the temple and the subordinate temples attached thereto in accordance with the padiva or scale of expenditure specified in schedule 1. അപ്പൊ പതിവ് അനുസരിച്ചിട്ടുള്ള ക്ഷേത്ര കാര്യങ്ങളിൽ മാത്രമേ സാമ്പത്തികമായി പൈസ മുടക്കാനും അത് നടത്താനും ഈ കമ്മിറ്റിക്ക് അധികാരമുള്ളൂ. വേറെ അവിടെ ഒരു ആക്ടിവിറ്റിയും പറ്റത്തില്ല. അതിനെപ്പറ്റിയുള്ള കേസ് കോടതി പെൻഡിംഗ് ആണ്. കോടതി വളരെ നിശ്ചിതമായി വിമർശിച്ചു. നിങ്ങൾക്ക് എന്തോ കാര്യം? ദേവസ്വം ബോർഡിന് എന്ത് കരുത്ത്? കൂടൽമാണിക്യം ദേവസ്വം ബോർഡിന് എന്താണ് ഈ ഹിസ്റ്ററി കോൺഫറൻസ് മറ്റേ മറിച്ച് നടത്തി സഹാക്കളെ ഈ സുൽക്കയുടെ ഇലയിടോ അങ്ങനത്തെ ഉള്ള ഫ്രോഡുകളെയൊക്കെ വിളിച്ച് അമ്പലത്തിൽ കയറ്റാനുണ്ട്? നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് ചോദിച്ച ആ പരുവത്തിൽ ഫൈൽ ഹിയറിംഗിന്റെ സ്റ്റേജിൽ ഇരിക്കുകയാണ് ആ കേസ്. അപ്പോഴാണ് ഈ വിവാദം ഉണ്ടാവുന്നത്. ഇതാണ് ഈ സഹാക്കൾ ഭരിക്കുന്ന ഈ ദേവസ്വം ബോർഡാണെന്ന് ആലോചിക്കണം. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ആലോചിക്കണം. ഇതാണ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിലാണ് നമ്മുടെ ഈ വിവാദം ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾ ഈ വിവാദം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കഴകം എന്ന അമ്പലത്തിനകത്ത് ജോലി ചെയ്യുന്ന, മാല കെട്ടുക തുടങ്ങിയ ജോലി ചെയ്യുന്ന ഇതാണ് കഴകം. ഈ ഒരു കഴകത്തിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നു. അവിടെ കഴകമുണ്ട് എന്ന് ആലോചിക്കണം. അവിടെ കഴകത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ, കഴകം എന്ന് പറഞ്ഞാല് അവിടെ കൃത്യമായിട്ട് കാരാഴ്മയാണ്. കാരാഴ്മ എന്ന് പറഞ്ഞാൽ 12 കുടുംബങ്ങൾക്ക് അവകാശമുണ്ട്. കാരാഴ്മ അത് ഈ കാരാഴ്മ അവകാശമൊക്കെ പ്രത്യേക ആക്ട് അനുസരിച്ചും റൂൾസ് അനുസരിച്ചും പറയുന്നുണ്ട്. എന്താണ് കാരാഴ്മ അവകാശം എങ്ങനെയാണ് എന്നെല്ലാം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കാരാഴ്മ അവകാശം, ഊരാഴ്മ അവകാശമുള്ള ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലെല്ലാം അത് അങ്ങനെ തന്നെ തുടരും എന്ന് വ്യക്തമായ ധാരണയോടുകൂടിയാണ് പ്രൊക്ലമേഷൻ അനുസരിച്ച് ദേവസ്വം ബോർഡുകളൊക്കെ ഉണ്ടായത്. ക്ഷേത്രങ്ങളെല്ലാം സർക്കാരിന് ഹാൻഡ് ഓവർ ചെയ്തത്, മഹാരാജാക്കന്മാർ ഹാൻഡ് ഓവർ ചെയ്തതെല്ലാം വ്യക്തമായ ധാരണയോടുകൂടിയാണ്, എഴുതി വയ്ക്കപ്പെട്ട ധാരണയോടുകൂടിയാണ്. അതുകൊണ്ട് കാരാഴ്മ അവകാശം ഒരു കാരണവശാലും എടുത്തു കളയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു നിയമം കൊണ്ടുവരണം, ആ നിയമത്തിനെ ചലഞ്ച് ചെയ്യാൻ അവകാശമുണ്ട്. ഇത് ഊരാഴ്മ അവകാശം. ഇപ്പൊ ഊരാഴ്മ അവകാശമാണ് നിങ്ങൾക്ക് ഏറ്റവും എടുത്ത് നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രാജകുടുംബത്തിനുള്ള അവകാശം, ആ ക്ഷേത്രത്തിന്മേലുള്ള അവകാശം, കാരണം അവരുടെ സ്വന്തം ക്ഷേത്രം അത്, ആ ക്ഷേത്രത്തിന്മേലുള്ള അവകാശം അവർക്ക് സ്ഥാപിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ അവസാനത്തെ ഉത്തരവ് വന്നത്. പക്ഷേ ആ ഉത്തരവിനകത്ത് മഹാരാജ തമ്പുരാട്ടി തിരുവിതാംകൂർ കൊട്ടാരത്തിൽ തമ്പുരാട്ടി കോടതിയിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കമ്മിറ്റി വേണം, കോടതി ഒരു കമ്മിറ്റി ഉണ്ടാക്കി തരണം, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ആരും നിർബന്ധവുമില്ല, ഞങ്ങൾ തയ്യാറാണ്, ഒരു ഗവൺമെന്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഭരിക്കട്ടെ, ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. അങ്ങനെ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ അവകാശങ്ങൾ പൂർണ്ണമായി നിലനിർത്തി, അവർക്ക് പ്രാഥമിക അവകാശം അവർക്കാണ് എന്ന് കണ്ടുകൊണ്ട് അവരുടെ നിർദ്ദേശിക്കുന്ന ആൾക്കാർ വെച്ചിട്ടാണ് ഈ കമ്മിറ്റി ഉണ്ടാവുന്നത്. ഇപ്പോൾ ആ കമ്മിറ്റിയാണ് ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതാണ് കാരാഴ്മ ഊരാഴ്മ അവകാശങ്ങൾ. അതാണ് ഒരു കാരണത്തിൽ എടുത്ത് കളയാൻ പറ്റില്ല. കാരണം തലമുറകളായി നിലനിന്നിരിക്കുന്ന അവകാശങ്ങളാണ്. ഈ ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ മാതിരി സർക്കാരൊക്കെ നമ്മുടെ മതേതര ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന അമെന്റ്മെന്റിൽ കൂടെ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിൽ കൊണ്ടുവന്ന മതേതര സർക്കാരല്ല പണ്ടത്തേത്. തിരുവിതാംകൂർ ആണെങ്കിലും കൊച്ചി ആണെങ്കിലും മലബാർ ആണെങ്കിലും എല്ലാം ഹിന്ദു സർക്കാരുകളാണ്. ഹിന്ദു ഭരണമായിരുന്നു ഹിന്ദു പിന്നെ രാജ്യങ്ങളുമായിരുന്നു. അപ്പോ അതിനനുസരിച്ച് അപ്പൊ ഈ കാരാഴ്മ ഊരാഴ്മ റൈറ്റുകളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അത് ഈ ആൾക്കാർ പറഞ്ഞ ഇതൊക്കെ മറ്റേ സതി ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു കളണം. നമ്മുടെ ഹിന്ദു നവോത്ഥാന ചില നായന്മാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ മറ്റേ കൂടെ സഞ്ചരിക്കുന്നവർ, സഹയാത്രികർ പുതിയ കുറെ ഏർപ്പാടുകളുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നതെന്ന് വെച്ചാല് ഇതൊക്കെ എടുത്ത് കാണണം. എന്തോന്ന് കാരാഴ്മ,
ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞ കുടുംബവാഴ്ച. ഈ കുടുംബവാഴ്ചയ്ക്ക് എടുത്ത് ദൂരക്കിടണം, ചവിട്ടുകൊട്ടലിടണം, സമുദ്രത്തിലെറിയണം, മറ്റേതാ മറിച്ചത്. ഇതിനെപ്പറ്റി പ്രാഥമികമായ വിവരമില്ലാത്ത വിവരക്കേട് എന്ന് തന്നെ ഇതിനൊക്കെ പറയാൻ പറ്റും. കാരണം ഇതിനൊക്കെ നിയമപരമായ റൈറ്റ് വെച്ചിട്ട് ഇവിടെ ആക്ടും റൂൾസും ഒക്കെ വെച്ച് കൃത്യമായ ധാരണകളോടുകൂടി വളർച്ചയ്ക്ക് പരിപാടിയാണ് ഈ കാരായ്മ കൂരായ്മയൊക്കെ. അതെല്ലാം അംഗീകരിക്കപ്പെട്ടതാണ്, പല 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 കോടതികളിൽ അംഗീകരിക്കപ്പെട്ടതാണ്. അപ്പോ ഇതെന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഇവിടെ ഒരു പോസ്റ്റേ ഉള്ളൂ, കഴകത്തിന്റെ ഒരു പോസ്റ്റേ ഉള്ളൂ ആകെ. ഈ കഴകം പോസ്റ്റിലേക്ക് അപ്പൊ അവിടെ ഈ 12 കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാര് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലകാലങ്ങളിൽ നാലിക്കണം, തലമുറകളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ 12 കുടുംബത്തിൽ നിന്ന് ആൾക്കാർ മാറി മാറി വന്ന് അവരവിടെ. കാരണം ഇത് വലിയ ലുക്രേറ്റീവ് ആയിട്ട് വലിയ പൈസ ഏർപ്പാടുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്നാലും ഇതൊരു ഒരു എന്താ പറയുക പ്രിവിലേജ് ആണ്. ഭഗവാന് വേണ്ടി മാല കെട്ടുക എന്ന് പറഞ്ഞ പ്രിവിലേജ്, അതനുസരിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇത് ആരും അറിയാതെ ഈ കമ്മി ബോർഡ്, ഈ കുളമാണിക്യം ദേവസ്വം ബോർഡിലെ സഹാക്കൾ അവരെ ഒരു കൃത്യമായ ഒരു റിക്വസ്റ്റ് ഈ ട്രാങ്ക് ഇതുണ്ട്, എന്തായാലും പറഞ്ഞത് നമ്മുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡുണ്ട്. ആ റിക്രൂട്ട്മെന്റ് ബോർഡ് കേരളത്തിലെ എല്ലാ ദേവസ്വങ്ങളിലെയും വേക്കൻസികളിൽ അപ്പോയിന്റ്മെന്റ് നടത്താനായിട്ട് ഉണ്ടാക്കിയിട്ടൊരു ബോർഡാണ് റിക്രൂട്ട്മെന്റ്. അതിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു സഖാവാണ് നമ്മുടെ പഴയ ദേവസ്വം ട്രാങ്കൂർ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് രാജഗോപാലനെ കണ്ട് പറഞ്ഞിട്ട് ഒരു വക്കീലാണ് അദ്ദേഹം. കട്ട സഖാവാണ്, ഡിക്ലേർഡ് കൊമ്രേഡാണ്, കൊടി പിടിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അതിന്റെ ചെയർമാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതനുസരിച്ചിട്ട് ഇത് വന്നത് നിലവിൽ വന്ന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് റൂൾസ് 2015 എന്ന് പറയുന്നത് വെച്ചിട്ടാണ് ഈ ബോർഡ് നിലവിൽ വരുന്നത്. ഈ ബോർഡ് നിലവിൽ വന്നിട്ട് ഈ ബോർഡിലെ സെക്ഷൻ 3 പറയുന്നു, ദി ബോർഡ് ഷാൽ ഹാവ് ദി പവർ ടു പ്രിപ്പയർ സെലക്ട് ലിസ്റ്റ് ഫോർ ദി അപ്പോയിന്റ്മെന്റ്സ് ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ വേരിയസ് പോസ്റ്റ് എക്സെപ്റ്റ് ഹെറിഡിറ്ററി പോസ്റ്റ് കമ്മിങ് അണ്ടർ ദി വേരിയസ് ദേവസ്വം ബോർഡ്സ് ആൻഡ് മാനേജിംഗ് കമ്മിറ്റി. അതായത് ഹെറിഡിറ്ററി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കാരായണം. അപ്പൊ ഹെറിഡിറ്ററി പോസ്റ്റ് അല്ലാത്ത വേക്കൻസികളിൽ ഫില്ല് ചെയ്യാനായി ഈ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന് അവകാശമുണ്ട് എന്നാണ് റൂൾ 3 പറയുന്നത്. അതനുസരിച്ചിട്ടാണ് ഈ അവകാശങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മുടെ ഈ സഹാക്കളുടെ ദേവസ്വം ബോർഡ്, കുടൽമാണിക്യം ദേവസ്വം ബോർഡ് ഇണ്ടാതെ ഒരു അപേക്ഷ കൊടുക്കുന്നു ഈ പോസ്റ്റിലേക്ക്. അപ്പൊ ഇവിടെ ആളുണ്ടെന്ന് ആലോചിക്കണം. ഇവിടെ ഹെറിഡിറ്ററി പോസ്റ്റ് ആണ്, ആളുണ്ടെന്ന് ആലോചിക്കണം. ഈ പോസ്റ്റിലേക്ക് ഇത് കൊടുക്കും. തമാശ എന്ന് വെച്ചാൽ ഈ കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് റൂൾസ് 2015 ഷെഡ്യൂൾ ഉണ്ട്. ഷെഡ്യൂൾ 1 പറയുന്നത് ഹെറിഡിറ്ററി പോസ്റ്റ് ഇൻ ദേവസ്വം ബോർഡ്സ്. ഏതൊക്കെ ദേവസ്വം ബോർഡിലെ ഹെറിഡിറ്ററി പോസ്റ്റ്, അതായത് ട്രാങ്കൂർ ദേവസ്വം ബോർഡിലെ പറയുന്നുണ്ട്, ശാന്തി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഏതൊക്കെ ഹെറിഡിറ്ററി പോസ്റ്റ് ആകാമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കൂടൽമാണിക്യം ദേവസ്വം പോസ്റ്റ്, കൂടൽമാണിക്യം ദേവസ്വം എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ 1E കൂടൽമാണിക്യം ദേവസ്വം എന്ന് പറഞ്ഞിട്ട് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ശാന്തി ഏതൊക്കെയാണ് ഹെറിഡിറ്ററി പോസ്റ്റ്. ആ ഹെറിഡിറ്ററി പോസ്റ്റിലെ റിക്രൂട്ട്മെന്റ് ബോർഡിന് അവകാശമില്ല. കാരണം ഓൾറെഡി അവിടെ ആ കുടുംബങ്ങളിൽ നിന്നാണ് അവിടെ ആളൊന്നും ജോലി ചെയ്യേണ്ടത്. അതിനകത്ത് വെളിയുന്ന ഒരാളെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് യാതൊരു അവകാശം ദേവസ്വം ബോർഡിനും ഇല്ല, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനും ഇല്ല. അപ്പൊ അതിനകത്ത് പറഞ്ഞ നെയിം ഓഫ് പോസ്റ്റ് ഏതൊക്കെയാണെന്ന് ശാന്തി ബ്രാക്കറ്റിൽ കാരായ്മ, കഴകമാണ് നമ്മുടെ പ്രശ്നം, കാരായ്മ, സംബന്ധി കാരായ്മ, ടെമ്പിൾ സ്വീപ്പേഴ്സ് അടിച്ചുതളി, അതും അവിടെ അടിച്ചുതളിയും അവിടെ ഹെറിഡിറ്ററി ആണ്. വാദ്യക്കാർ, ശംഖുവിളി ആൻഡ് സച്ച് അതർ എംപ്ലോയീസ് ഡൂയിങ് സിമിലർ വർക്ക് ഇൻ ടെമ്പിൾസ്. ഇത്രയും കാരായ്മയാണ് കൂടൽമാണിക്യം ദേവസ്വത്തിൽ. അത് അതിനകത്ത് ദേവസ്വം ബോർഡിന് വേറെ ആളെ അപ്പോയിന്റ് ചെയ്യാൻ യാതൊരു അവകാശവും. ഇങ്ങനെ നിയമപരമായ കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കെ ഈ ദേവസ്വം ബോർഡ്, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് ഒരാളെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് ഈ പോസ്റ്റ് വേക്കന്റ് ആണെന്ന് കള്ളം പറയുന്നു. വേക്കൻസി ഇല്ലാത്ത റിക്രൂട്ട്മെന്റ് ബോർഡിന് യാതൊരു കാര്യമില്ല. ഈ വേക്കൻസി ഉണ്ട്, ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, ഈ വേക്കൻസിയിലേക്ക് ഒരാളെ വേണം എന്ന് പറഞ്ഞിട്ട് റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് അപേക്ഷ കൊടുക്കുന്നു. അങ്ങനെ ഫയലുകൾ നീങ്ങുന്നു. അങ്ങനെ ഈ ബാലു എന്ന് പറയുന്ന ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നു. ബാലു അപ്പോയിന്റ് ചെയ്ത് ഫെബ്രുവരി മാസം 24 തീയതിയാണ് ഇദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് ഓർഡർ ലഭിച്ച് അദ്ദേഹം ക്ഷേത്രത്തിൽ വരുന്നത്. അപ്പോഴാണ് ഈ തന്ത്രിമാരൊക്കെ എല്ലാവരും അറിയുന്നത് തന്നെ ഇങ്ങനൊരു സംഭവം നടന്നത്. കാരണം അവിടെ ആള് ഓൾറെഡി കഴകത്തിന് പൂമാല കെട്ടി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരാള് വരുന്നു, ഞാനാണ് കഴകം. ഓ അങ്ങനെ ആയിക്കോട്ടെ. കാരണം വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റർ പറയുന്നു ഇദ്ദേഹമാണ് ഇനി മുതൽ കഴകം. പേരൊക്കെ അന്താളിച്ചു. ഇതെന്താ സംഭവം ആർക്കും മനസ്സിലാണല്ലോ എന്താ സംഭവം എന്നുള്ളത്. പെട്ടെന്ന് ഒരാൾ വെളിയിൽ നിന്ന് വന്നിട്ട് ഒരു ബാലു വന്നിട്ട് പറയുന്നു ഇതാണ് കഴകം. അപ്പൊ ആരും ചോദിച്ചില്ല നിന്റെ ജാതി ഏതാണെന്നും ആരും അവിടെ ചോദിച്ചില്ല. ഈ ബാലു എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ ഒരു പരാതിയില്ല. ആരും അവിടെ ജാതിയുടെ സംസ്ഥാന അമ്പലത്തിനകത്തോ ദേവസ്വം എംപ്ലോയീസിന്റെ ഇടയിലോ തന്ത്രിമാരും പിന്നെ ബാലുവുമായിട്ടോ
പിന്നെ തന്ത്രി അല്ലെങ്കിൽ ശാന്തിമാരും ബാലുവുമായിട്ടും അങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല. അവരുടെ ജാതി ആരും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, അവിടെ ജാതി സംസാരം ഉണ്ടായിട്ടില്ല ക്ഷേത്രത്തിൽ. ബാലുവിനും അങ്ങനെ ഒരു കേസില്ല. ബാലു 24/2/2025 മുതൽ 6/3/2025 വരെ കഴകമായി അവിടെ ജോലി ചെയ്യുന്നു. ആലോചിക്കണം. കാരണം ഇപ്പൊ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ വന്നിട്ട് അവിടെ കഴകൻ ജോലി ചെയ്യുന്നവരോട് പറയുക, നമുക്കോ ഇനി വേറെ ആളാ വന്നേക്കുന്നത്, ഞങ്ങൾ വേറെ ആളെ വെച്ചു, കാണില്ല എന്ന് പറയുമ്പോൾ അവരൊന്നും നിയമം അറിയാവുന്നവരില്ല. അവർക്ക് അറിയാവുന്ന ആകെ എന്താണ്, ഞങ്ങള് ഈ കാരാഴ്മയായിട്ട് ഞങ്ങളുടെ കുടുംബ അവകാശമായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യും. നമ്മൾ രാവിലെ ചെല്ലാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു പുതിയ ആൾ വരുന്നു. പുതിയ ആൾ ഇനിമോൽ ഇദ്ദേഹമാണ് എന്ന് അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞാൽ ഇവർ അന്താളിച്ച് പോയി. അവരെ ഇമ്മീഡിയറ്റ്ലി അവർ വീട്ടിൽ പോയി എല്ലാം അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരോട് നിയമപരമായി നിങ്ങൾക്ക് ഇത് അവകാശമുള്ളതാണ്, വേറെ ആളുകളോട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ നേരെ കോടതിയിൽ പോകും. അപ്പൊ കോടതിയിൽ പോകുന്ന സമയത്താണ് ഈ കോടതിയിൽ കേസ് നടക്കുന്ന കാലാവധിയാണ് 24/2/2025 മുതൽ 6/3/2025 വരെ. മാർച്ച് മാസം, ഈ മാസം 6-ാം തീയതി വരെ ഈ മനുഷ്യൻ ഇടവർക്ക് ചെയ്തു. ബാലു ആർക്കും വിരോധമില്ല. അദ്ദേഹം കെട്ടിയ പൂ തന്നെയാണ് ഭഗവാന് ചാർത്തിയത്. ഭഗവാൻ ഒരു ചൊറിച്ചിലും ഉണ്ടായില്ല. സംഘം വീശിന് ചൊറിച്ചിലുണ്ടാകുന്നു എന്നൊക്കെയായിരുന്നു വളരെ പറഞ്ഞത്. കാരണം വെച്ചാൽ കീഴ്ജാതി ഈഴവ ജാതിയിൽപ്പെട്ട ഒരാൾ മാല കെട്ടി ഭഗവാന് സമർപ്പിച്ചാൽ സംഘം വീശന് ചൊറിച്ചിലുണ്ടായി. അങ്ങനെ തന്ത്രിമാർ പൊട്ടിത്തെറിച്ചു. തന്ത്രിമാർ ഈഴവൻ കെട്ടിയ മാല സമർപ്പിക്കാൻ തയ്യാറല്ല എന്ന് ശാന്തിമാർ സ്റ്റാൻഡ് എടുത്തു. ഇങ്ങനെ തുടങ്ങിയ അബദ്ധജടിതമായ കള്ളത്തരങ്ങൾ, നട്ടാൽ മുളയ്ക്കാത്ത കള്ളത്തരങ്ങൾ. ഒരേ ഒരു ഉദ്ദേശം, നമ്മളെ ഹിന്ദുക്കളെ ജാതി തിരിച്ച് അടുപ്പിക്കുക. ഇത് മാത്രം. ഹിന്ദു ഒരുമിക്കുന്ന ഒരു തരത്തിലും അങ്ങോട്ട് പറ്റുന്നില്ല, ശരിയാവുന്നില്ല. അങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നടത്തുന്നത്. അവിടെ ഒരു കാരണവശാലും പിന്നെ ഇവരുടെ എന്താ പറയുന്നത് തന്ത്രിമാരയച്ച എഴുത്തിലോ അവരുടെ കംപ്ലൈന്റിലോ ഒരു സ്ഥലത്തും ജാതി എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഈ മനുഷ്യന്റെ ജാതി നോക്കാതെ ഈ ബാലു എന്ന മനുഷ്യൻ ഏകദേശം 24/2 അതായത് 10-12 ദിവസം അവിടെ ജോലി ചെയ്തു കഴകമായിട്ട്. കാരണം മറ്റേയാൾ പുറത്തേക്ക് പോയി, മറ്റേയാളെ പുറത്തിറക്കി വിട്ടു ഇവര്. പിന്നെ കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് പ്രശ്നമായി. കോടതി ചോദിക്കുന്നത് ഇതെങ്ങനെ പറ്റുന്ന ഇത് കാരാഴ്മയാണല്ലോ. കാരാഴ്മ അവകാശമുള്ള സ്ഥലത്ത്, ഹെറിഡിറ്ററി പോസ്റ്റ് ഉള്ള സ്ഥലത്ത് കേരള പിന്നെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് എന്താ അവകാശം ആളെ അപ്പോയിന്റ് ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ കുറഞ്ഞത്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇനി അടുത്ത നടപടികൾ വരേണ്ട എന്താണെന്ന് വെച്ചാൽ കൃത്യമായ നടപടികൾ. കാരണം ഈ നിങ്ങളെല്ലാം കണ്ടതാണ്, ടിവിയിലും പിന്നെ പത്രപ്രസ്ഥാനങ്ങളും മൊത്തം കണ്ടതാണ്. ഈ ദേവസ്വം ബോർഡിലെ സഖാക്കൾ ഒന്നൊന്നായി നമ്മുടെയൊക്കെ മുമ്പിൽ വന്നിട്ട് ജാതി പറഞ്ഞ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച പ്രസ്താവനകൾ ഇറക്കി സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ച ആൾക്കാരാണിവർ. ഈ ആൾക്കാര് ഒരു കാരണവശാലും അവിടെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരിക്കാൻ അർഹതയില്ലാത്തവരാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കൂടൽമാണിക്യം ദേവസ്വം ആക്ടിനകത്ത് ഈ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടാനും കൂടെ ഒരു വകുപ്പുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സെക്ഷൻ 6 പറയുന്നത് ഡിസൊല്യൂഷൻ ആൻഡ് സൂപ്പർസിഷൻ ഓഫ് കമ്മിറ്റി. ഈ കമ്മിറ്റിക്കുള്ള അധികാരങ്ങൾ ദുർവിനിയോഗം ചെയ്യുകയോ ക്ഷേത്ര ദേവസ്വത്തിന് ഇൻട്രസ്റ്റിനെതിരായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്താൽ ചവിട്ടി പുറത്താക്കാനുള്ള വകുപ്പുണ്ട്. കരുതിയിരുന്നോ സാക്കളെ? ഈ ദേവസ്വം ബോർഡിലെ സാക്കളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഒന്ന് ഈ പൊറാട്ട് നാടകം ഹിന്ദുവിന്റെ നെഞ്ചത്തേക്ക് വേണ്ട, അത് കയ്യിൽ വെച്ചാൽ മതി. കൃത്യമായ നിയമ നടപടികളായി ഞങ്ങൾ മുമ്പോട്ട് പോവാണ്, വളരെ കൃത്യമായിട്ടുള്ള. ഇനി മേലാൽ ഇങ്ങനത്തെ ഒരു അഭ്യാസം ഹിന്ദു സമാജത്തിനിടയിൽ നടക്കാൻ പാടില്ല. ഇല്ലാത്ത ജാതി ഉണ്ടാക്കി, ഇല്ലാത്ത ജാതി സ്പർദ്ധ ഉണ്ടാക്കി ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കുന്ന ഈ പരിപാടി ഇല്ലാത്തൊരു പോസ്റ്റിലേക്ക്, ഹെറിഡിറ്ററി പോസ്റ്റ് ആണെന്ന് സെക്ഷനിലും ആക്ടിലും എല്ലാം എഴുതി വെച്ചേക്കുന്ന ഒരു ഹെറിഡിറ്ററി പോസ്റ്റിലേക്ക്. അതിനിടയ്ക്ക് വേറൊരു കാര്യം പറഞ്ഞു, 2 മാസത്തേക്കേ ഇവർക്ക് അവകാശമുള്ളൂ എന്ന്. എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. 2 മാസത്തേക്ക്. കാരണം ഇയാൾക്ക് ഈ ബാലുവിന് കൊടുത്ത പോസ്റ്റിംഗ് 10 മാസത്തേക്ക് ജോലി ചെയ്യാനാണ് കഴകമായിട്ട്. ഒരു വർഷം 10 മാസം ജോലി ചെയ്യണം, ബാക്കി 2 മാസം വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യും. അപ്പൊ ഈ അപ്പോയിന്റ്മെന്റ് തന്നെ തട്ടിപ്പാണ്. ഈ ബാലു എന്ന വ്യക്തിക്ക് കിട്ടിയ അപ്പോയിന്റ്മെന്റ്. കാരണം അപ്പോയിന്റ്മെന്റ് ഈ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ റിക്വസ്റ്റിലാണ്. സംശയമില്ലല്ലോ, അതിന്റെ റെക്കോർഡ്സ് ഒക്കെ ഉണ്ട്. കൂടൽമാണിക്യം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് അപേക്ഷിക്കുകയാണ്, ഞങ്ങളുടെ അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റിലേക്ക് ഒരാളെ അപ്പോയിന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഈ റിക്രൂട്ട്മെന്റ് ബോർഡ് ഈ പ്രോസസ് എല്ലാം ആരംഭിക്കുന്നത്. ഫയൽ ഓപ്പൺ ചെയ്ത് പ്രോസസ് ആരംഭിച്ച് അപേക്ഷ ക്ഷണിച്ച് ഇന്റർവ്യൂ നടത്തി സെലക്ഷൻ പ്രോസസ് നടത്തി എല്ലാം കഴിഞ്ഞിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്ത് ദേവസ്വത്തിലേക്ക് അയക്കുന്നത്. നിങ്ങൾക്ക് ഒരാളെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ അപ്പോയിന്റ്മെന്റ് വന്നിരിക്കുന്നത്
ഈ സെലക്ഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കഴകം കുടൽമാണിക്യം ദേവസ്വം ബോർഡിലെ കഴകം പോസ്റ്റിലേക്കാണ്. ആ പോസ്റ്റ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് അപ്പോയിന്റ്മെന്റ് ആയി തുറന്നു കിടക്കുന്ന ഒരു പോസ്റ്റ് അല്ല. അങ്ങനെ ഒരു പോസ്റ്റ് നിലവിലില്ല അപ്പോയിന്റ്മെന്റിന്. കാരണം അത് ഹെറിഡിറ്ററി പോസ്റ്റ് ആണ്. ആ കുടുംബക്കാർക്കാണ് അവകാശം, 12 കുടുംബക്കാർ. അപ്പൊ ഈ ബാലുവിന്റെ അപ്പോയിന്റ്മെന്റ് തന്നെ ഇല്ലീഗലാണ്, നിയമവിരുദ്ധമാണ്. ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് പാടില്ല. കാരണം അയാളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ഘടകത്തിലേക്കാണ്, ഇല്ലാത്ത പോസ്റ്റിലേക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു ആ അപ്പോയിന്റ്മെന്റ് തന്നെ ഇല്ലാതായി. അപ്പം ബാലു എന്ന് പറഞ്ഞ സഖാവിനെ ചുളുവില് ഹിന്ദുവിന്റെ നെഞ്ചത്തൂടെ കയറി ജാതി സ്പർദ്ധയുണ്ടാക്കി ഒരു സഖാവിനെ അങ്ങ് അപ്പോയിന്റ് ചെയ്ത് സൂക്ഷിക്കാമെന്ന് സഹാക്കളാരും വിചാരിക്കണ്ട. മന്ത്രി, ഒരു ബിന്ദു മന്ത്രിയുണ്ട്, തിരുച്ചാലക്കുടക്കാരിയ, വാക്കെടുത്താൽ കള്ളേ പറയുള്ളൂ. അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, ജാതി ഉണ്ടായിരുന്നു അവിടെ. മത നിരപേക്ഷമായ ഒരു സ്ഥലമാണ് പോലും കുടൽമാണിക്യം ക്ഷേത്രം. പള്ളിയിൽ പോയി പറഞ്ഞേച്ചാൽ മതി. അതിന് അടുത്ത് വേറെ കുറെ പള്ളികളുണ്ട്. ആ പള്ളിയിലോട്ട് കയറി അങ്ങ് പറഞ്ഞേച്ച് പോയാൽ മതി. ക്ഷേത്രത്തിനകത്തോട്ട് കയറി വന്ന് മതനിരപേക്ഷം ഒന്നും പറയണ്ട. അത് ഞങ്ങൾ ഹിന്ദുക്കൾ നോക്കിക്കോളാം എന്തോ അവിടെ നടക്കണ്ടേന്നുള്ളത്. ഇതുമാതിരി തെമ്മാനത്തിലായിട്ട് മേലാൽ വന്നാൽ എനിക്ക് അത്രയും പറയാനുള്ളൂ. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞു. ഈ ഹിന്ദു വലതുപക്ഷ നിരീക്ഷകർ പിന്നെ ബുദ്ധിജീവി എന്നൊക്കെ പറഞ്ഞ് വരുന്നവന്മാരെ കരുതിയിരുന്നാൽ നമുക്ക് നല്ലത്. കാരണം ഇവരാണ് ഈ ഇഷ്യൂ ഇത്രയും ഉണ്ടാക്കിയത്. എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കിയതോടെ ദേവസ്വം ബോർഡും ഈ ബാലുവും ഒക്കെ പതുക്കെ പിന്മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ അറിയിക്കാനുള്ള കാര്യം, നമ്മളാരും പിന്മാറിയിട്ടില്ല ഈ വിഷയത്തിൽ. ഈ വിഷയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കൃത്യമായ പെറ്റീഷൻസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കും. കൃത്യമായി ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവരെ നമ്മൾ പിന്നെ ഒരു അന്വേഷണം നടത്തി കണ്ടുപിടിക്കാനുള്ള നിയമ നടപടികൾ ഉണ്ടാവും. എന്താണ് ഇത് ആരാണ് ഇതിന്റെ പുറകിൽ കളിച്ച് ഈ ജാതി സ്പർദ്ധ ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടാക്കാനുള്ള പദ്ധതിയുമായി ഇറങ്ങിയത് ആരാണ്, അത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത് എന്നുള്ളത് അവരാരും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും തുടരാൻ നമ്മൾ സമ്മതിക്കുന്നു വിചാരിക്കേണ്ട. അതിനുവേണ്ട എല്ലാ നടപടികളും ഉണ്ടാവും. ദയവായി നിങ്ങൾ കാതും കണ്ണും തുറന്നിരിക്കുക. നമ്മളെ കൂട്ടിത്തല്ലിപ്പിക്കാനായിട്ട് ഇങ്ങനെ തക്കം പാത്തിരിക്കുന്നു നമ്മുടെ കൂടെ ഉള്ളവർ ഉൾപ്പെടെ. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചിരിക്കുക. നന്നായി വട്ടെ. നമസ്കാരം.